വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാവിലെ തന്നെ കുഞ്ഞിനെയും കൊണ്ട് സിറ്റൗട്ടിൽ വന്ന് ആരെയോ കാത്തുന്ന പോലെ ഇരിക്കാൻ തുടങ്ങിയതാണ് ദക്ഷ്. ചോദിക്കുമ്പോൾ പറയും എന്തോ സർപ്രൈസാണ്. കുറച്ചു നേരം കഴിഞ്ഞതും ഒരു ബൈക്ക് വന്നതും കുഞ്ഞിനെ തൻ്റെ അരികിലിരുത്തി അവൻ പോയിരുന്നു. ഇതെന്താ ദക്ഷ്? തിരിച്ചു വന്നവൻ്റെ കയ്യിലെ ബോക്സ് കണ്ട ആകാംക്ഷയോടെ ചോദിച്ചു. അതൊക്കെ ഉണ്ട്. അത് പറഞ്ഞവൻ അകത്തേക്ക് കയറിപ്പോയത് കുഞ്ഞിനെയും എടുത്ത് പിറകെ പോയി. ഉള്ളിലെത്തിയതും ദക്ഷ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് 2 ആഴ്ച പ്രായമുള്ള ലാൻബേർഡ് നായക്കുട്ടിയെ പുറത്തെടുത്തിരുന്നു. അത് കണ്ടതും ദക്ഷിണ പല്ല് കടിച്ച് നോക്കി. കുഞ്ഞിനാണെങ്കിൽ നായക്കുട്ടിയെ കണ്ട സന്തോഷത്തിൽ കൈകൊട്ടി ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആൻറ്റിയുടെ വീട്ടിലൊരു പൂച്ചക്കുട്ടി മരിച്ചു. അതിനെ മണ്ണിൽ വെക്കുന്നത് കണ്ട് കുഞ്ഞിന് അറിയാൻ തുടങ്ങിയതും ദക്ഷിത് കുഞ്ഞിന് വാങ്ങിക്കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. ആച്ചയുടെ കണ്ണാപ്പിയെ, കുഞ്ഞിൻ്റെ ബൗബൂമാണിത്. ദക്ഷ നായക്കുട്ടിയെ കുഞ്ഞിൻ്റെ മടിയിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞതും കുഞ്ഞിനതിനെ വാരി പിടിച്ചെടുത്തിരുന്നു. നിനക്ക് എന്താ ദക്ഷ, തീരെ ബുദ്ധിയില്ലേ? ഇപ്പം എന്തിനെതിനെ വാങ്ങിയത്? ഇതിനെ നഖങ്ങാനും കുഞ്ഞിനെ മേലെ കൊണ്ടാലോ? അങ്ങനൊന്നും ഉണ്ടാകില്ലടി, ഇതിനൊക്കെ കൃത്യമായ വാക്സിൻ ഉണ്ട്. ദക്ഷ പറഞ്ഞത് കേട്ട് ഇനി ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. 2 പേരും കൂടി അപ്പം തന്നെ ആ പട്ടിക്ക് പൂപ്പി എന്ന് പേരിട്ടിരുന്നു. കുഷനിൽ പൂപ്പിയെ കെട്ടി ദക്ഷ പോയതും അതിനെ തന്നെ നോക്കിയിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി കിച്ചണിൽ പോയി കുറുക്കും പൂപ്പിക്കുള്ള പാലെടുത്ത് വന്ന് കുഞ്ഞിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അമ്പൂട്ടാ, ഇനി വാവ വന്നേ, നമുക്ക് മാമൻ കഴിക്കേണ്ടേ? നോ, അത് പറഞ്ഞാൽ പറ്റില്ല. മാമൻ കഴിച്ചാലല്ലേ അമ്മയുടെ മുതൽ പൂപ്പിയുടെ ഒപ്പം കളിക്കാൻ പറ്റൂ. പൂപ്പിയൊക്കെ കഴിക്കുന്നത് കണ്ടോ, ഇനി കുഞ്ഞൻ കഴിക്ക്. അത് പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് തന്നെ മടിയിലേക്ക് ഇരുത്തി കുറുക്ക് കൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ദക്ഷിൻ്റെ മുറിവ് ഭേദമായി. ഏതോ കേസിൻ്റെ കാര്യം പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫുൾ ടൈം. കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ പൂപ്പി മതി എന്ന അവസ്ഥയാണ്. എപ്പോഴും അതിനെ പിടിച്ച് വലിച്ചാണെന്നാണ്. താഴെ വെക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. കുഞ്ഞിൻ്റെയും പൂപ്പിയുടെയും പിറകെ നടക്കലും വീട്ടിലെ ജോലിയൊക്കെ കൂടി ആയപ്പോൾ നിന്ന് തിരിയാൻ സമയമില്ല. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുഞ്ഞിനേക്കാളും കഷ്ടമാണ് ദക്ഷിൻ്റെ സ്വഭാവം. കുഞ്ഞിനെ ഇപ്പോൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് വിടാറില്ല. കാരണം വേറൊന്നുമില്ല, അവിടെ ആൻറ്റിയുടെ മോളും പേരക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ആ കുഞ്ഞ് അമ്പൂട്ടിനേക്കാൾ 2 വയസ്സിന് മൂത്തതാണെങ്കിലും ആ ചെക്കനെ ഈ കുറുമൻ അങ്ങോട്ട് പോയി കരുതി കാണിക്കും. പിന്നെ പൂപ്പി ഉള്ളത് കൊണ്ട് ആളങ്ങോട്ട് പോകാൻ വാശി പിടിക്കാറുമില്ല. കുഞ്ഞൻ്റെ കയ്യിൽ ഫീഡിംഗ് ബോട്ടിൽ കൊടുത്ത് തെണ്ണീരിരുത്തി അലക്കാനുള്ള കുന്നോളുള്ള തുണികളെടുത്ത് അലക്കക്കല്ലിൽ ലക്ഷ്യം വെച്ച് നടന്നു. ഇടയ്ക്ക് അമ്പൂട്ടിനെ നോക്കുമ്പോൾ ആൾ പൂപ്പിയെയും തൊട്ടുഴിഞ്ഞ് ഫീഡിംഗ് ബോട്ടിലും കുടിച്ചിരിക്കുന്നു. ഒരുവിധമെല്ലാം അലക്കി നോക്കുമ്പോൾ ഇരുന്നേരത്ത് കുഞ്ഞനില്ല. ബക്കറ്റിലുള്ള വെള്ളത്തിൽ പൂപ്പിയെ കൊണ്ടിട്ട് കുളിപ്പിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞിനെ കണ്ടതും വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി പൂപ്പിയെ വാങ്ങിയെടുത്തതും കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയാൻ തുടങ്ങിയതും ജസ്റ്റ് ഒന്ന് പൂപ്പിയെ കുളിപ്പിച്ചെടുത്തു. ഇതെല്ലാം രക്ഷ ചെയ്യുന്നത് കണ്ട് കുഞ്ഞൻ പഠിച്ചതാണ്. ഇപ്പം തൻ്റെ കണ്ണൊന്ന് തെറ്റിയ ഇതാണ് അവസ്ഥ. പൂപ്പിയെ തുടച്ചു കൊടുക്കുന്നതിനിടയിൽ കുഞ്ഞിന് എന്തിനോ ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു. കുഞ്ഞൻ്റെ ശബ്ദം കേട്ട് നോക്കുമ്പോൾ കണ്ടത് ഒരു കയ്യിൽ ആളുടെ പുതിയ കുപ്പായാണ്. അത് തനിക്ക് നേരെ നീട്ടി പൂപ്പിക്ക് ഇട്ടുകൊടുക്കാനാണ് കുറുമ്പും പറഞ്ഞതും മനസ്സിൽ ദക്ഷിണെ സ്മരിച്ചു. പൂപ്പി കുപ്പായ ഇടില്ല കുഞ്ഞാ. പിക്കും തക്കും. ഇല്ലട കുഞ്ഞാ, പൂപ്പിക്ക് തണുക്കില്ല. അതിനല്ലേ പൂപ്പിയെ തുടച്ചു കൊടുക്കുന്നത്. നോ നോ തുക്ക്. കുഞ്ഞിന് എന്ത് പറഞ്ഞിട്ട് വിടാൻ പാവില്ലായിരുന്നു. ഇത് അമ്മയുടെ മുത്തിൻ്റെ പുതിയ ഡ്രസ്സല്ലേ, നമുക്ക് നാളെ അച്ഛയുടെ വണ്ടിയിലേ അച്ഛമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് പോകണ്ടേ? ടാറ്റ. ടാറ്റ പോണം. അപ്പം അമ്മയുടെ കുറുമ്പിനുണ്ടാണുള്ളതല്ലേ ഇത്. അമ്മയുടെ ഗുഡ് ബോയ് ഇത് റൂമിൽ കൊണ്ടുവച്ചേ. താൻ പറഞ്ഞത് കേട്ട് കുറച്ചു നേരം കുഞ്ഞൻ പൂപ്പിയെ നോക്കി നിന്നു. പിന്നെ വേഗം കയ്യിലുള്ള ഡ്രസ്സ് റൂമിൽ കൊണ്ടുവച്ച് വന്നതും ആശ്വാസത്തോടെ ശ്വാസം നീട്ടി വിട്ടു. ഈ ആഴ്ച ലാസ്റ്റിന് അജുവേട്ടൻ്റെയും അമ്മുവിൻ്റെയും എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു. തങ്ങൾ വന്നിട്ട് ഡ്രസ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ വീട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. കയ്യിലുള്ള പൂപ്പിയെ നന്നായി തുടച്ച് പാല് കൊടുത്ത് കുഷ്യലിലേക്ക് കൊണ്ടുപോയി കിടത്തി അമ്പൂട്ടിനെ കുളിപ്പിച്ച് ഫ്രഷാക്കി കഞ്ഞി കൊടുത്ത് ഉറക്കി തൊട്ടിലിട്ട് വേഗം പോയി കുളിച്ചിറങ്ങി മുടി തോർത്തുമ്പോഴാണ് ഇടുപ്പിലൂടെ 2 കൈകൾ തന്നെ ചുറ്റി വലിഞ്ഞ് പിൻകടത്തിലേക്ക് മുഖം പൂഴ്ത്തിയത്. കൈകളുടെ ഉടമകൾ അറിഞ്ഞതും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഇന്നെന്താ സാർ നേരത്തെ? കയ്യിലുള്ള തോർത്ത് സ്റ്റാൻഡിൽ വിരിച്ചിട്ട് കൊണ്ട് ചോദിച്ചു. നിങ്ങളെ കാണാൻ തോന്നി, അപ്പം ഇങ്ങ് വന്നു. പിൻകടത്തിൽ മുഖം വെട്ടിരുസിക്കൊണ്ട് രക്ഷ പറഞ്ഞതും നിക്കിളി എടുത്തതും ഒന്ന് പുളഞ്ഞ് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അല്ല, എന്താ പെട്ടെന്ന് കാണാനൊരു പൂതി? രാവിലെ ഭക്ഷണം പോലും കഴിക്കാൻ ഒഴിവില്ലാതെ പാലിന് തീ പിടിച്ച പോലെ ഓടിയിരുന്നല്ലോ. തൻ്റെ ചോദ്യത്തിന് പിൻകടത്തിൽ പല്ലുകളായെത്തിയാണ് ദക്ഷ മറുപടി നൽകിയത്. ദക്ഷ്, വിശക്കൊന്നില്ല നിനക്ക്? ഞാൻ ഭക്ഷണം എടുക്കാം.
വിശക്കുന്നുണ്ട്, ബട്ട് ഭക്ഷണം വേണ്ട. പിന്നെ ദക്ഷി പറഞ്ഞത് കേട്ട് സംശയത്തിൽ തലചരിച്ച് നോക്കിയതും ഞൊടിയുടെ നേരം കൊണ്ട് അവൻ തൻ്റെ ആദരങ്ങൾ കടിച്ചെടുത്ത് വായിലാക്കിയിരുന്നു. തിരിച്ചൊന്ന് ചുംബിക്കാൻ ഇട നൽകാതെ ആവേശത്തോടെ അവൻ ചുംബിക്കാൻ തുടങ്ങിയപ്പം കൈകൾ കുസൃതി കാണിച്ച് ദേഹത്ത് അലിയാൻ തുടങ്ങിയതും തളർന്നുകൊണ്ട് ദക്ഷിണ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു. കുറച്ചു നേരത്തിന് ശേഷം അവൻ ആദരങ്ങളെ മോചിപ്പിച്ചതും തലയുയർത്തി നോക്കിയതും ആ നിമിഷം തന്നെ വാരിയെടുത്ത് ബെഡിലേക്ക് ഇട്ടിരുന്നു. തന്നെ മിഴിവെട്ടാതെ നോക്കി ഷർട്ടിന്റെ ബട്ടണടിച്ച് അരികിലേക്ക് നടന്നെടുക്കുന്നവനെ കണ്ട് കവളിൽ രക്തം വരിച്ച് കയറി. തന്നിലേക്ക് അമർന്നവനെ നോക്കാൻ കഴിയാതെ ഉയർന്ന നെഞ്ചിരിപ്പോടെ മുഖം വെടിച്ച് കയറി. ഇത്രയായിട്ടും എൻ്റെ കാശിപെണ്ണിൻ്റെ നാണിതുവരെ മാറിയില്ലേ? ദക്ഷിന്റെ ചോദ്യം കേട്ട് ചുണ്ടുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. പിന്നെ അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ച ആദരങ്ങളിലേക്ക് ചുണ്ട് ചേർത്തു. കുറച്ചു കഴിഞ്ഞതും താൻ തുടങ്ങി വെച്ച ചുംബനം ദക്ഷി ഏറ്റെടുത്തിരുന്നു. നിമിഷങ്ങൾ പോകെ ഒരു മഴയായി അവൻ തന്നിലേക്ക് അലിയാൻ തുടങ്ങിയിരുന്നു. മയക്കുമ്പോൾ എണീക്കുമ്പോൾ വൈകുന്നേരമായിരുന്നു. സമയം കണ്ടെന്ന് തന്നെ നെഞ്ചിൽ ഉറങ്ങുന്ന ദക്ഷിന്റെ തലയെടുത്ത് മാറ്റി ബെഡിൽ എണീറ്റിരുന്നു. കണ്ണുകൾ നേരെ പോയത് തൊട്ടില്ലെന്ന് നേരെയാണ്. കുഞ്ഞിനെ എണീറ്റില്ലെന്ന് കണ്ടതും അഴിഞ്ഞ മുടി വാരി കെട്ടിയിട്ടിരുന്ന നൈറ്റ് ശരിയാക്കി ബെഡിൽ നിന്നും എണീറ്റ് ബാത്റൂമിലേക്ക് കയറി. വീണ്ടും ഒന്ന് ഫ്രഷായി ഇറങ്ങി തലയിൽ കിടന്ന ഡ്രസ്സെല്ലാം ബിന്നിലേക്കിട്ട് തൊട്ടിലേക്ക് കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു. കാൽവിരൽ വായിലിട്ട് നുണഞ്ഞ് സുഖമായി ഉറങ്ങുകയാണ്. കുഞ്ഞൻ്റെ കിടത്തം കണ്ട് ചിരിയോടെ കാല് വായിൽ നിന്ന് എടുത്തു മാറ്റിയതും കുഞ്ഞാപ്പി ഒന്ന് ചിണുങ്ങിക്കൊണ്ട് ചെരിഞ്ഞു കിടന്നതും കുഞ്ഞിനെ പൊക്കിയെടുത്തു. പകലെ നന്നായി ഉറങ്ങിയ അമ്പോട്ട് രാത്രി ഉറങ്ങാതെ കളിച്ചിരിക്കും. മതിയട കുഞ്ഞ ഉറങ്ങിയത്, എത്ര നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്? അമ്മയുടെ മുത്ത എണീറ്റേ. എടുത്തത് ഇഷ്ടപ്പെടാതെ ചിണങ്ങുന്ന കുഞ്ഞൻ്റെ കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞതും ഉറക്കം തടസ്സപ്പെട്ട ദേഷ്യത്തിൽ കുഞ്ഞാപ്പി ചുണ്ടു പുളത്തിയതും കുഞ്ഞിച്ചുണ്ടിൽ മുത്തി ഉറക്കക്ഷീണം മാറാൻ നനഞ്ഞ തോർത്തുകൊണ്ട് കുഞ്ഞിമുഖം തുടച്ചു കൊടുത്തു. മാമൻ വേണ്ടടാ കുഞ്ഞിന്, എൻ്റെ കുറുമച്ചക്കന് വിശക്കുന്നില്ലേ? കിച്ചൺ ലക്ഷ്യം വെച്ച് നടക്കുന്നതിനിടയിൽ കുഞ്ഞിച്ചക്കനെ ഉയർത്തിപ്പിടിച്ച് കുഞ്ഞിക്കുമ്പയിൽ മൂക്കൂട്ടൊടിച്ചിക്കൊണ്ട് പറഞ്ഞു, മാമം നോ. അയ്യടാ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, മാമൻ കഴിക്കണം. അത് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് കിച്ചണിൽ പോയി ആൾക്കുണ്ടാക്കി വെച്ച പൊടിയരിക്കഞ്ഞി ഒരു പാത്രത്തിലേക്ക് എടുത്ത് സിറൂട്ടിൽ വന്നിരുന്നു. പതിയെ ഓരോന്ന് പറഞ്ഞും റോഡിലൂടെ പോകുന്ന വണ്ടികൾ കാണിച്ചു കൊടുത്തും ഒരുവിധം കുഞ്ഞിനെ കഞ്ഞി മുഴുവൻ കുടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ ഫീലായിരുന്നു. അപ്പോഴേക്കും ദക്ഷ എണീറ്റ് വന്നിരുന്നു. കുഞ്ഞിനെ ദക്ഷിന്റെ കയ്യിലേൽപ്പിച്ച് ഒഴിഞ്ഞ പാത്രവും എടുത്ത് കിച്ചണിലേക്ക് നടന്നു. കാശി. റൂമിൽ നിന്നും ദക്ഷിന്റെ ഉച്ചത്തിലുള്ള വിളി കേട്ടതും കഴുകിയെടുത്ത പാത്രങ്ങൾ സ്റ്റാൻഡിൽ വെച്ച് കൈയിട്ടിരുന്ന ഡ്രസ്സിൽ തുടച്ച് കിച്ചൺ ഡോർ ലോക്ക് ചെയ്ത് റൂമിലേക്ക് നടന്നു. റൂമിലെത്തുമ്പോൾ കാണുന്നത് റെഡിയായി നിൽക്കുന്ന ദക്ഷിണയാണ്. കൂടെ ഫോണിൽ ആരോടോ സംസാരിച്ച് കുഞ്ഞിനെ ഒരുക്കുന്നുണ്ട്. സംസാരത്തിൽ തന്നെ മനസ്സിലായിരുന്നു അച്ഛനാണെന്ന്. അല്ല, ഇതെങ്ങോട്ടാ പോകുന്നേ? ഫോൺ വെച്ച് കഴിഞ്ഞെന്ന് സംശയത്തിൽ ദക്ഷിണോട് ചോദിച്ചു. ഇന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അച്ഛൻ വിളിച്ചു. അതെന്ത് പറ്റി? നാളെ രാവിലെ പോകാന്നല്ലേ പറഞ്ഞിരുന്നത്? ഇന്ന് പോകേണ്ട ആവശ്യമുണ്ട്, നീ റെഡിയാകും. ഇപ്പം തന്നെ ഇറങ്ങിയ ഇരുട്ട മുമ്പ് വീട്ടിലെത്താം. ദക്ഷി പറഞ്ഞത് കേട്ട് പിന്നെ ഒന്നും മിണ്ടാതെ ഒരു ടോപ്പും പാൻറ്റും എടുത്ത് റെഡിയാകാനായി പോയി. ബാഗൊക്കെ ആദ്യമേ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. റെഡിയായി ഇറങ്ങുമ്പോൾ ദക്ഷിയും കുഞ്ഞനും കാറിൽ കയറിയിരുന്നു. കാറിൻ്റെ പിൻസീറ്റിൽ കുഷ്യൻ വെച്ച് കൂപ്പി അതിൽ കിടത്തി ആൻറ്റിയോട് പോകുന്ന കാര്യം പറഞ്ഞു. കോ ഡ്രൈവ് സീറ്റിൽ കയറി ദക്ഷിൻ്റെ മടിയിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് തൻ്റെ മടിയിലിരുന്നു. വീട്ടിലെത്തുമ്പോൾ സമയം 7 അടുത്തിരുന്നു. കുഞ്ഞൻ വീട്ടിലെത്തിയപ്പോഴേക്കും മയക്കം പിടിച്ചിരുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ ദക്ഷും മജുവേട്ടനും കൂടി പുറത്തേക്ക് പോയിരുന്നു. ദക്ഷും മജുവേട്ടനും വരാൻ വൈകും, ഭക്ഷണം കഴിച്ച് കിടന്നോളാൻ പറഞ്ഞതും കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് താനും അമ്മയും അച്ഛനും കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു. കുറേ നേരമായിട്ട് കുഞ്ഞാപ്പി അച്ഛനെയും അമ്മയും കിടക്കാൻ സമ്മതിക്കാതെ കളിച്ചിരിക്കാൻ തുടങ്ങിയതും അവർ ഉറങ്ങട്ടെ എന്ന് കരുതി അവസാനം കുഞ്ഞിനെയും എടുത്ത് റൂമിലേക്ക് വന്നു. കുഞ്ഞിനെയും കൊണ്ട് നേരെ വന്നത് ദച്ചുവിൻ്റെയും ശാലുവിൻ്റെയും റൂമിലേക്കായിരുന്നു. കുഞ്ഞിനെ ബെഡിൽ കിടത്തി ടേബിളിലുള്ള അവരുടെ ഫ്രെയിം എടുത്ത് കുഞ്ഞിൻ്റെ അടുത്തായി വന്നിരുന്നു. തൻ്റെ കയ്യിലെ ഫോട്ടോ നോക്കിക്കൊണ്ട് കുഞ്ഞൻ സംശയത്തോടെ ചോദിച്ചു. ആദ്യം ആൻറ്റിയും മാങ്ങളെന്ന് പറഞ്ഞു കൊടുക്കാൻ കരുതിയെങ്കിലും ഒറ്റവട്ടം പറഞ്ഞു കൊടുത്ത ആൾക്ക് ഓർമ്മ ഉണ്ടാകും എന്നതുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നിയില്ല. ഇത് കുഞ്ഞിൻ്റെ വേറൊരു അച്ഛനമ്മയാണ്. ഉള്ളിലെ വിങ്ങൽ മറച്ചുകൊണ്ട് കുഞ്ഞാപ്പിയോടായിട്ട് പറഞ്ഞു. നോ ന്യൂ മ. താൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ തന്നെ തൊട്ട് കാണിച്ചുകൊണ്ട് കുഞ്ഞൻ പറഞ്ഞു. ആണല്ലോ, ഞാൻ കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ. ഇത് കുഞ്ഞിൻ്റെ വേറൊരു പപ്പായും മമ്മിയാണ്. അങ്ങനെ വിളിച്ച കുഞ്ഞൻ ആ ഫോട്ടോയിൽ ചുംബിച്ചുകൊണ്ട് വിളിച്ചതും കണ്ണുകൾ നിറഞ്ഞു. തങ്ങളുടെ റൂമിൽ ആരെയും കാണാത്തത് കൊണ്ട് പൂപ്പി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയതും കണ്ണുകൾ അമർത്തി തുടച്ച് കുഞ്ഞിനെയും എടുത്ത് റൂമിലേക്ക് നടന്നു. ദക്ഷിണിയും വന്നിട്ടില്ല. കുഞ്ഞൻ ഉറങ്ങിയിട്ടും തനിക്കുറക്കം വരാതിരുന്നതും എണീറ്റ് ബാൽക്കണിയിൽ പോയിരുന്നു.
വീശിയടിക്കുന്ന തണുത്ത കാറ്റിൽ കണ്ണുകൾ പതിയെ മാടി കിടന്നു. കുറച്ചു കഴിഞ്ഞ് ആരോ തന്നെ പൊതിഞ്ഞു പിടിച്ചതും കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ദക്ഷിണിയാണ്. വന്നോ? എവിടെ പോയതാ? എന്താ ഇത്ര നേരായത്? എൻ്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ഇന്നൊരു അവസാനം കിട്ടിയത് കാശി. എന്ത് കഷ്ടപ്പാട്? ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു ഒരു മാധവൻ കൊലക്കേസ്? ആ, അയാളുടെ മകൾ തന്നെയാണ് അയാളെ കൊന്നത്. എന്തിന്? ഈ മാധവന് 2 പെൺമക്കളായിരുന്നു. ഭാര്യയും മകള് ചെറുതായപ്പോൾ തന്നെ മാധവന് നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അയാൾ തന്നെയായിരുന്നു 2 മക്കളെയും വളർത്തി വലുതാക്കിയത്. മൂത്ത മകളിൽ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇറങ്ങിപ്പോയതും പിന്നീടുള്ള അയാളുടെ പ്രതീക്ഷ ഇളയ മകളിലായി. പക്ഷേ അയാളുടെ അച്ഛൻ അവിടെയും തോറ്റുപോയി. ഇളയ മകൾക്ക് അന്യജാതിയിൽ ഒരുത്തനുമായിട്ട് പ്രണയമാണെന്ന് അറിഞ്ഞതും ആ അച്ഛൻ പൂർണ്ണമായി തകർന്നു പോയി. അന്യജാതിക്കാരന് മകൾ നൽകില്ലെന്ന നിലപാടിൽ ആ അച്ഛൻ ഉറച്ചു നിന്നു. അച്ഛനെ പിണക്കി കാമുകനൊപ്പം ഇറങ്ങിപ്പോയാൽ തനിക്കുള്ള ഷെയർ കിട്ടില്ലെന്ന് തോന്നിയത് കൊണ്ടാകും ആ മകൾ കാമുകനെ കൂട്ടിപ്പിടിച്ച് സ്വന്തം അച്ഛനെ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ട് പൊട്ടിത്തെറിയിലൂടെ ഇല്ലാതാക്കി. നോ! ദക്ഷു പറഞ്ഞു കഴിഞ്ഞത് കാശിയുടെ അലർച്ച അവിടെ മുഴങ്ങി. നീ നീ എന്താ പറഞ്ഞേ? ഇതൊന്നും സത്യമല്ല. എനിക്ക് അങ്ങനെ ഒരു കാമുകനില്ല. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഞാനല്ല എൻ്റെ അപ്പയെ കൊന്നത്. ഇതെല്ലാം കള്ളാണ്. പെട്ടെന്നുള്ള കാശിയുടെ ഭാവമാറ്റത്തിൽ ദക്ഷ ഒന്ന് പകച്ചു പോയിരുന്നു. കാരണം ഇതുവരെ കാണാത്ത മറ്റൊരു കാശിയുടെ മുഖമാണ് ദക്ഷ അവിടെ കണ്ടിരുന്നത്. എന്നാലും കാശി പറഞ്ഞത് കേട്ട് താൻ കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ടതിലുള്ള പുഞ്ചിരി വിരിഞ്ഞു.